2 സാമുവൽ അധ്യായം 23. ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ. ദാവീദിൻ്റെ അന്ത്യവചസ്സാണിത്. ജസ്സയുടെ പുത്രൻ ദാവീദ്, ദൈവം ഉയർത്തിയവൻ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ പ്രവചിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു. അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ഇസ്രായേലിൻ്റെ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ, പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഹരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ, ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാകുന്നു, അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല, അത് നിശേഷം ചുട്ടുകളയും. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ. തഹ്കേമോന്യനായ യോശേബാശബത്ത് അവൻ മൂവരിൽ പ്രധാനനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 പേരെ ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ. ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലർ ഓടിയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി. കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത്. മൂന്നാമൻ ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്ത്യർ ലേഹിയയിൽ ഒരുമിച്ച് കൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്ത്യരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായീം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബെത്ലഹേമിലും. ദാവീദ് ആർത്തിയോടു കൂടി പറഞ്ഞു, ബെത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് കടന്ന ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. ആ 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിൻ്റെ സഹോദരൻ അബിഷായി 30 പേരുടെ തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 300 പേരെ കൊന്ന 30 പേരുടെ ഇടയിൽ പേര് നേടി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായി തീർന്നു. എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല. കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബെനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മൊവാബ്യ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായിയ ഒരു വടിയുമായി ചെന്ന കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു. യഹോയാദായുടെ മകൻ ബെനായിയ ഇത് ചെയ്ത 30 ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു. 30 പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും മൂവരോളം എത്തിയില്ല. ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു 30 പേരിൽ ഒരുവൻ. ബെത്ലഹേംകാരനായ ദോദോയുടെ മകൻ എൽഹനാൻ. ഹാരോദിലെ ഷമ്മായും എലീക്കയും. പെലേത്യനായ ഹേലസ്. തെക്കോവായിലെ ഇക്കേഷിൻ്റെ മകൻ ഈര. അനാത്തോത്തിലെ അബിയേസർ. ഹുഷാത്യനായ മെബുന്നായി. അഹോഹ്യനായ സൽമോൻ. നെത്തോഫായിലെ മഹരായി. നെത്തോഫായിലെ ബാനായുടെ മകൻ ഹേലെബ്. ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി. പിറാഥോണിലെ ബെനായിയ. ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദ്ദായി. അർബാക്യനായ അബിയാൽ ബൂൻ. ബഹൂറൂമിലെ അസ്മാവെത്ത്. ഷാൽബോനിലെ
എലിയാഹ്ബ. യാശോൻ്റെ പുത്രന്മാർ ജൊനാഥൻ. ഹാരാറിലെ ഷമ്മ. ഹാരാറിലെ ഷറാറിൻ്റെ മകൻ അഹിയാം. മാഹായിലെ അസ്ബായിയുടെ മകൻ എലേഫലത്ത്. ഗിലെയോയിലെ അഹീത്തോഫൈലിൻ്റെ മകൻ ഏലിയാം. കാർമലിലെ ഹെസ്രോ. അർബയിലെ പരായി. സോബായിലെ നാഥാൻ്റെ മകൻ ഇഗാൽ. ഗാദിലെ ബിനി. അമ്മോനിലെ സേലക്. സെരിയായുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹറായി. ഇത്രായിലെ ഈരായും ഗാരേബും ഹിത്യനായ ഊറിയ. ആകെ 37 പേർ.